തിരുവല്ല ശ്രീ വല്ലഭക്ഷേത്ര ഉത്സവവേദിയിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാനെത്തിയ കലാകാരി ഡോക്ടർ സംപ്രീത കേശവൻ നേരിട്ടത് ഗുരുതരമായ അപമാനവും ഭീഷണിയും. ഫെബ്രുവരി 26 നടന്ന കലാപരിപാടിക്കിടെയാണ് വേദിയിലേക്ക് കയറിയ ഒരാൾ അസഭ്യം വിളിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതെന്ന് സംപ്രീത ആരോപിക്കുന്നു. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതോടെ കേസ് വരുമെന്ന് ഉറപ്പായതിനെ തുടർന്ന് ഒത്തുതീർപ്പിന് ശ്രമങ്ങൾ നടന്നതായും സംപ്രീത പറയുന്നു. തിരുവല്ല ശ്രീവല്ലഭക്ഷേത്രത്തിലെ പെർഫോമൻസിനിടയ്ക്ക് വെച്ചാണ് ഈ രഘുനന്ദൻ എന്ന പേരുള്ള ആളും 2-3 പേരും കയറി വന്ന് എടി ബോഡി വാടി എന്നൊക്കെയുള്ള ഭാഷയിൽ സംസാരിക്കുകയും അങ്ങനെ എടി ബോഡി എന്നുള്ള ഭാഷയിൽ സംസാരിക്കരുതെന്ന് ഞാൻ പറയുകയും തുടർന്ന് അടിക്കാൻ കയ്യോങ്ങുകയൊക്കെ ചെയ്യുന്നു. പിന്നീട് എൻ്റെ സുഹൃത്തിനോടുള്ള സംഭാഷണം എനിക്ക് തികച്ചും അസഭ്യമൊക്കെ അദ്ദേഹം പറഞ്ഞു എന്നെക്കുറിച്ച്. അപ്പം ഞാനത് കേസ് കൊടുത്തിരുന്നു മുഖ്യമന്ത്രിയുടെ പേരിലും IG-യിലും പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ പേരിലൊക്കെ. ഫെബ്രുവരി 26 തിരുവല്ല ശ്രീ വല്ലഭക്ഷേത്രത്തിലെ 8ാം ഉത്സവത്തിൽ നടന്ന കലാപരിപാടിയുടെ ഭാഗമായാണ് മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ ചെന്നൈയിൽ നിന്നും സംപ്രീത എത്തിയത്. ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച പരിപാടിയാണ്. പ്രൊഫൈൽ അയച്ച് നേരിട്ട് വിളിക്കപ്പെട്ട നർത്തകിയായാണ് എത്തിയത്. വൈകിട്ട് 5:30 മുതൽ 6:30 വരെയായിരുന്നു അവതരണ സമയം. പ്രതിഫലം ഇല്ലെന്ന് സംഘാടകർ അറിയിച്ചിട്ടും അമ്മയുടെ നാടായതിനാൽ പ്രതിഫലം വാങ്ങാതെ നൃത്തം അവതരിപ്പിക്കാൻ തയ്യാറായതായും അവർ പറയുന്നു. അപ്പോൾ തീർത്തും അനുകൂലമായിട്ടുള്ള ഒരു നിയമ സപ്പോർട്ടും കലാ സാഹിത്യ രംഗത്തെ അംഗങ്ങളിൽ നിന്ന് എല്ലാവരിൽ നിന്നുമുള്ള ഒരു അകമഴിഞ്ഞ ഒരു സപ്പോർട്ട് എനിക്കിതിന് കിട്ടിയെന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് തന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് അന്വേഷിക്കുകയും പുള്ളിയെക്കുറിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നിട്ട് പുള്ളി അതിനകത്ത് വേറെ മോശമായിട്ടുള്ള രീതിയിൽ പോസ്റ്റുകളിലൂടെയും പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ വേറൊരു കഥ പ്രചരിപ്പിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് അവർ പാർട്ടി വഴി BJP-യിലെ നിരവധി പേരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ ഞാൻ പോലീസിലൂടെ അല്ലാണ്ടൊന്നും അയാളോട് സംസാരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. 5:30 മുതൽ വേദിയുടെ പിന്നിൽ ഒരുക്കങ്ങൾക്കായി കാത്തുനിന്ന ശേഷമാണ് 6:20 സംപ്രീത വേദിയിലെത്തിയത്. ഏകദേശം 30 മിനിറ്റോളം നൃത്തം അവതരിപ്പിച്ചതിനു ശേഷം പരിപാടി അവസാനിപ്പിക്കാനായി മൈക്കെടുക്കുന്നതിനിടെയാണ് ഒരാൾ വേദിയിലേക്ക് കയറി "നീ നിർത്തി ഇറങ്ങടിയെന്ന് ആക്രോശിച്ചതെന്ന് സംപ്രീത പറയുന്നു. മാന്യമായി സംസാരിക്കണമെന്ന് പറഞ്ഞതോടെ ഇയാൾ കയ്യേറ്റത്തിന് ശ്രമിച്ചതായും അവർ ആരോപിക്കുന്നു. സമീപത്തുണ്ടായിരുന്നവർ ഇയാളെ പിടിച്ചുമാറ്റിയതോടെ വലിയ സംഘർഷം ഒഴിവായെന്നും സംപ്രീത വ്യക്തമാക്കി. അമ്പലത്തിലെ അധികാരികൾ അയാളുടെ പേരറിയാത്തവരായി മാറിയെന്നും വിഷയം അറിയാത്ത മറ്റൊരു സ്ത്രീയോട് ചോദിച്ചപ്പോൾ ഇയാളുടെ പേര് രഘുനാഥൻ എന്നാണെന്നും കാവുംഭാഗം തിരുവമ്പാടി ഭാഗത്തുള്ളതാണെന്നും അറിഞ്ഞുവെന്നും സംപ്രീത പറയുന്നു. തുടർന്ന് ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയതായും അതിനുശേഷം സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമം നടന്നതായും സംപ്രീത ആരോപിക്കുന്നു. പോലീസ് നടപടിയിലേക്ക് കടന്നതോടെ ഒത്തുതീർപ്പിനായി ചിലർ സമീപിച്ചതായും അവർ പറയുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പരസ്യമായി മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഒത്തുതീർപ്പിന് തയ്യാറാകൂ എന്നും അല്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സംപ്രീത അറിയിച്ചു.